നവരാത്രി വിഗ്രഹ എഴുന്നള്ളത്തിന് തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ തുടക്കമായി. ആചാരപ്പെരുമയുടെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് നവരാത്രി ഘോഷയാത്രയുടെ മുന്നോടിയായി ഉടവാൾ കൈമാറ്റം നടന്നതോടെ അക്ഷരപൂജയ്ക്കായി അനന്തപുരിയിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിച്ചു. ഇന്നലെ രാവിലെ 7:40 കൊട്ടാരത്തിലെ ഉപ്പിരിക്ക മാളികയിലാണ് പ്രധാന ചടങ്ങായ ഉടവാൾ കൈമാറ്റം നടന്നത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, തമിഴ്നാട് ദേവസ്വം ജോയിന്റ് കമ്മീഷണർ ജാൻസി റാണി ഉപ്പിരിക്ക മാളികയിൽ സൂക്ഷിച്ചിരുന്ന ഉടവാൾ കൈമാറി. തുടർന്ന് ഉടവാൾ രാജാവിന്റെ പ്രതിനിധിയായി ഘോഷയാത്രയെ അനുഗമിക്കുന്ന കുമാരകോവിൽ ദേവസ്വം മാനേജർ വി സുദർശനകുമാറിനെ കൈമാറി. ഇതോടെ തേവരക്കാട്ട് സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയെ പുറത്തേക്ക് തെക്കേ തെരുവിൽ എഴുന്നള്ളിച്ചു. നീലകണ്ഠ ക്ഷേത്രത്തിൽ നിന്ന് പല്ലക്കിലേറ്റിയ 300 നങ്കയും കുമാരകോവിൽ മുരുകനും സരസ്വതി ദേവിയോടൊപ്പം കൊട്ടാരമുറ്റത്തിലെത്തിച്ചേർന്നു. ആചാരവിധി പ്രകാരം യാത്രയ്ക്കുള്ള പിടിപ്പണം നൽകൽ ചടങ്ങ് നടന്നു. കൊട്ടാരമുറ്റത്ത് കേരള തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക ഗാർഡ് ഓഫ് ഓണർ നൽകി. കുഴുത്തറ മഹാദേവ ക്ഷേത്രത്തിൽ വിശ്രമിച്ച ശേഷം ഇന്ന് രാവിലെ യാത്ര തിരിക്കും. വിഗ്രഹ ഘോഷയാത്രയെ കളിയിക്കവളയിൽ കേരള സർക്കാർ, ദേവസ്വം, വിവിധ ഹൈന്ദവ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് സ്വീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യ അതിഥിയായി എത്തും. നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി പൂജയ്ക്ക് ശേഷം വിശ്രമിക്കും. പുലർച്ചെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം തലസ്ഥാനത്തേക്ക് തിരിക്കും. 22-ന് വൈകിട്ടോടെ കരമനയിൽ പ്രത്യേക സ്വീകരണം നൽകും. തുടർന്ന് സരസ്വതി ദേവിയെ പൂജപ്പുര നവരാത്രി മണ്ഡപത്തിലും കുമാരകോവിൽ മുരുകനെ ആര്യശാല ദേവീക്ഷേത്രത്തിലും സുശീന്ദ്രം 300 നങ്കയെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലും എത്തിച്ച് ചടങ്ങുകൾ നടത്തും. GTV ന്യൂസ്, തിരുവനന്തപുരം.